നമസ്കാരം. ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ആർടെമിസ് 2 ദൗത്യം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഭൂമിയിലേക്കുള്ള തിരിച്ചിറക്കത്തിൽ പേടകത്തിന്റെ താപകവചത്തിന് ഏതെങ്കിലും തകരാർ സംഭവിച്ചാൽ മറ്റൊരു ബദൽ മാർഗവുമില്ലെന്ന് നാസ മുന്നറിയിപ്പ് നൽകുന്നു. ദൗത്യത്തിലെ ഏറ്റവും അപകടകരമായ നിമിഷങ്ങളാണിതെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. രണ്ടാം ഘട്ട ദൗത്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് സംസാരിക്കവേ നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസ്കാംനാണ് തന്റെ ആശങ്ക പരസ്യമാക്കിയത്. ആർടെമിസ് സംഘം സുരക്ഷിതമായി പസഫിക് സമുദ്രത്തിൽ ഇറങ്ങുന്നതുവരെ തന്റെ രക്തസമ്മർദ്ദം ഉയർന്നു തന്നെയായിരിക്കുമെന്നും താപകവചം പരാജയപ്പെട്ടാൽ പ്ലാൻ ബി എന്ന് നമ്മുടെ മുന്നിലില്ല, അത് കൃത്യമായി പ്രവർത്തിച്ചേ മതിയാകൂ എന്നാണ് ഐസക്മാൻ വ്യക്തമാക്കിയത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന അതികഠിനമായ ചൂടിനെ പ്രതിരോധിക്കാൻ ആർടെമിസ് പേടകത്തിന് ഒരൊറ്റ താപകവചം മാത്രമാണുള്ളത്. ഏകദേശം 88 ലക്ഷം പൗണ്ട് ഊർജ്ജത്തോടെ കുതിച്ചുയരുന്ന കൂറ്റൻ റോക്കറ്റിന്റെ ശക്തിയെ പ്രതിരോധിച്ചാണ് ഓറിയോൺ പേടകം ഭൂമിയിലേക്ക് തിരിച്ചെത്തേണ്ടത്. അന്തരീക്ഷത്തിൽ ഉരസുമ്പോഴുണ്ടാകുന്ന ഘർഷണവും ഊർജ്ജവും സുരക്ഷിതമായി പുറന്തള്ളുക എന്നത് വലിയ വെല്ലുവിളിയാണ്. നാസയുടെ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് എന്നിവരും കനേഡിയൻ ബഹിരാകാശ സഞ്ചാരി ജെറമി ഹാൻസണും അടങ്ങുന്ന 4 അംഗ സംഘമാണ് പേടകത്തിലുള്ളത്. ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെയോടെ സാന്റിഗോ തീരത്ത് പേടകം ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുൻപുള്ള പരീക്ഷണ ദൗത്യത്തിൽ താപകവചത്തിൽ ചില വിള്ളലുകൾ കണ്ടിരുന്നത് നിലവിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 2025 നടന്ന ആർടെമിസ് 1 പരീക്ഷണത്തിൽ ആളില്ലാത്ത ഓറിയോൺ പേടകത്തിന്റെ താപകവചത്തിൽ നിന്നും അപ്രതീക്ഷിതമായി കരിഞ്ഞ അവശിഷ്ടങ്ങൾ അടർന്നു മാറിയിരുന്നു. ഉൾവശത്തുണ്ടാകുന്ന വാതകങ്ങൾ പുറത്തേക്ക് തള്ളാൻ കഴിയാത്തതാണ് ഇതിന് കാരണമെന്നാണ് കണ്ടെത്തിയിരുന്നത്. ഈ പാളിച്ചകൾ പരിഹരിച്ചാണ് പുതിയ പേടകം സജ്ജമായിരിക്കുന്നത്. മടങ്ങിവരവിന്റെ ആദ്യ ഘട്ടത്തിൽ മണിക്കൂറിൽ 25,000 മൈൽ വേഗതയിലാണ് ഓറിയോൺ അന്തരീക്ഷത്തിലേക്ക് കുതിക്കുന്നത്. ഈ ഘട്ടത്തിൽ പേടകത്തിന് പുറത്തെ താപനില 5000 ഫാരൻഹീറ്റ് വരെ ഉയരും. ഈ അമിത താപം കാരണം പേടകത്തിന് ചുറ്റും പ്ലാസ്മ എന്ന വാതകാവസ്ഥ രൂപപ്പെടുകയും മിഷൻ കൺട്രോളുമായുള്ള ആശയവിനിമയം ഏതാനും മിനിറ്റുകൾ തടസ്സപ്പെടുകയും ചെയ്യും. ഈ അഗ്നിപരീക്ഷ വിജയിച്ചാൽ മാത്രമേ പാരച്യൂട്ടുകൾ വിടരുകയുള്ളൂ. ഏകദേശം 300 മൈൽ വേഗതയിലേക്ക് പേടകത്തെ താഴ്ത്താൻ ആദ്യഘട്ട പാരച്യൂട്ടുകൾ സഹായിക്കും. തുടർന്ന് 3 വലിയ പാരച്യൂട്ടുകൾ വിടരുന്നതോടെ വേഗത മണിക്കൂറിൽ 17 മൈലായി കുറയുകയും പേടകം കടലിൽ പതിക്കുകയും ചെയ്യും. ആധുനിക ബഹിരാകാശ ദൗത്യങ്ങളിൽ പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷാ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഐസാക്നാം പറയുന്നുണ്ട്. ഭാവിയിൽ ഇത്തരം നിർണായക ഘടകങ്ങൾക്ക് പകരമായി മറ്റൊന്നുകൂടി ഉറപ്പാക്കുന്ന രീതിയിലേക്ക് നാസ മാറുമെന്നും ഇപ്പോൾ ലഭ്യമായ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരിച്ചുള്ള യാത്രയ്ക്ക് മുൻപ് ചന്ദ്രനെ ചുറ്റിയുള്ള 6 മണിക്കൂർ യാത്രയിൽ സഞ്ചാരികൾ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത ഭാഗത്ത് വിചിത്രമായ ജാമിതീയ രൂപങ്ങളും പച്ചയും തവിട്ടും കലർന്ന നിറങ്ങളും കണ്ടതായും സഞ്ചാരികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചന്ദ്രന്റെ പ്രതലത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾക്ക് വഴി തുറക്കും. 1970 അപ്പോളോ 13 ദൗത്യത്തിന്റെ റെക്കോർഡ് തകർത്താണ് ആർടെമിസ് 2 ചരിത്രം കുറിച്ചത്. ഭൂമിയിൽ നിന്നും 2,52,786 മൈൽ അകലെ എത്തിയ സംഘം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച വ്യക്തികളായി മാറി. എങ്കിലും സുരക്ഷിതമായി മടങ്ങിയെത്തിയാൽ മാത്രമേ ഈ റെക്കോർഡ് നേട്ടം പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് നാസ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ലോകത്തിന്റെ അഭിമാന പദ്ധതിയാണിത്. സഞ്ചാരികൾ എത്രയും വേഗം സുരക്ഷിതമായി തിരിച്ചെത്തട്ടെ.